എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കാം. പിയൂൺ വന്നു പറഞ്ഞു, ബീന മാത്രം അകത്തേക്ക് വരിക, മറ്റുള്ളവരെ പിന്നെ വിളിക്കും കേട്ടോ. അവൾ സേതുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ പോകാൻ പറഞ്ഞു. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഓഫീസിൽ സജു ഫോണിൽ മെസ്സേജ് അയക്കുന്ന തിരക്കിനിടയിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞു. ബീന എന്നാണ് പേര് അല്ലേ? അതെ സാർ. മോളെ, നിന്റെ അമ്മയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ആ മുഖത്തെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖം. അതിന് കാരണം നീ മാത്രമാണ്. അച്ഛന്റെ മുഖത്തും നിനക്കത് കാണാൻ കഴിയും. പക്ഷേ പ്രണയം തലയ്ക്ക് പിടിച്ച നിന്റെ തലച്ചോറിൽ ഇതൊന്നും കാണാൻ കഴിയില്ല എന്ന് മാത്രം. സാറേ, എനിക്ക് പ്രായപൂർത്തിയായി. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. പിന്നെ ഒരു കൗൺസിലിംഗ് ആണ് സാറിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി. ശരിയാണ്, എന്റെ ജോലി ചെയ്യാം. പക്ഷെ അതിനു മുന്നേ ചെയ്യേണ്ട കാര്യം ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ നിന്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സുന്ദര ലോകം അത് മാത്രമായിരിക്കും അല്ലേ? അവൾ ഒരു പൂച്ചഭാവത്തിൽ അയാളെ നോക്കി. എന്നിട്ടൊരു ദേഷ്യ സ്വരത്തിൽ പറഞ്ഞു, സാർ, ഞാൻ വന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാനാണ്, അല്ലാതെ നിങ്ങളുടെ ന്യായീകരണം കേൾക്കാനല്ല. ഓക്കെ ഓക്കെ, അതെനിക്കറിയാം മോളെ. പക്ഷേ എല്ലാ ഓഫീസർമാരെ പോലെ അല്ല എന്റെ രീതി. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീ സ്നേഹിക്കുന്ന ചെറുക്കനോ നിനക്കോ നിലവിൽ ജോലിയൊന്നുമില്ല. ഇനി കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ? കുറച്ചെന്തെങ്കിലും ഉണ്ടാകും അല്ലേ? പിന്നെ ഒരു ജോലിയൊക്കെ ആയി വരുമ്പോൾ എല്ലാം ശരിയാകും അല്ലേ? സാറേ, എനിക്ക് പോയിട്ട് വേറെ ആവശ്യമുണ്ട്, ഒന്ന് വേഗം വേണം. ശരി ശരി, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സെർവർ ഡൗൺ ആണ്. ആ സമയം വരെ നിങ്ങൾ ഇവിടെ ഇരുന്നേ മതിയാകൂ. പിന്നെ ഒരു കാര്യം കൂടി നീ കേട്ടോ മോളെ. നിന്നെ സ്നേഹിക്കുന്ന സേതു, അതല്ലേ അവന്റെ പേര്? അവൻ ആരാണ് എന്ന് നിനക്കറിയാമോ? അറിയാം, പേര് സേതു, വിദ്യാഭ്യാസം ഡിഗ്രി. ഇപ്പോ നിലവിൽ ജോലിയൊന്നുമില്ല. എങ്കിലും അവന്റെ അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിലാണ്. അവന് വേണ്ട പൈസ അവർ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോ പണം എന്ന പ്രോബ്ലം അവിടെ ഇല്ല. പിന്നെ എന്നെ നന്നായി നോക്കുമെന്ന് സേതു എനിക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. ഇനി സുഖവും ദുഃഖവും എല്ലാം ഒരുമിച്ച് നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും. ബീന, ഞാനൊരു ചെറിയ കാര്യം പറയാം. നിന്നെ 18 വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ടാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ പോറ്റിയത്. അവർ വിശന്നാലും നീ കഴിക്കണം എന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ. നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ മനസ്സുകൾ കരയും. നീ അത് കാണാത്തത് കൊണ്ടാണ്. മക്കളെ പോറ്റുക എന്നത് ജനിപ്പിച്ചവരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല സാറേ. സാറാ സെർവർ ഓപ്പൺ ആയെന്ന് നോക്ക്. ഇല്ല മോളെ, ഞാനൊരു ചെറിയ കഥ പറയാം. ഇപ്പോ താനൊരു കഥ കേൾക്കാനുള്ള മൂഡിലല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ഇപ്പോ സമയം പോകാൻ വേറെ വഴിയൊന്നുമില്ല. താൻ ഇരുന്നേ മതിയാവൂ. എന്താ, ഓക്കെ അല്ലേ? ആ ശരി ശരി, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ആ, എന്നാ ഞാൻ പറയുന്ന കഥ ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ അമ്മയും നിന്നെപ്പോലെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ്. സ്വന്തം അച്ഛനെയും അമ്മയും എല്ലാവരെയും തനിച്ചാക്കി. ആദ്യത്തെ കുറച്ചു ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ പിന്നെ അച്ഛന്റെ പെരുമാറ്റമെല്ലാം മാറി തുടങ്ങി. പിന്നെ എന്നും കുന്നും ആടിയും വഴക്കും ഒന്നും പറയണ്ട. നിവർത്തിയില്ലാതെ അമ്മ ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച അമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സ്വന്തം മകൾ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയ ദുഃഖം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പാവങ്ങൾ വിഷം കഴിച്ച് മരിച്ചു. അമ്മയെ കണ്ടതും അമ്മയുടെ ബന്ധുക്കൾ അമ്മയെ ആട്ടി ഓടിച്ചു. നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുതെന്ന് താക്കീതും ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ വീണ്ടും അമ്മ അച്ഛന്റെ അടുത്തേക്ക് പോയി. അവിടുത്തെ കാഴ്ചകൾ അമ്മയ്ക്ക് സമ്മാനിച്ചത് അതിലും സങ്കടകരമായിരുന്നു. അച്ഛൻ മരിച്ചു കിടക്കുന്നു. ആരോ കൊന്നതാണെന്ന് ആരോ പറയുന്നത് കേട്ടു. പിന്നെ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല. അമ്മയ്ക്ക് ബോധം വരുമ്പോൾ അമ്മ ഒരു ആശുപത്രിയിലായിരുന്നു. അമ്മയുടെ ഒരു പഴയ പരിചയക്കാരിയായിരുന്നു അവിടുത്തെ നേഴ്സ്. അവരാണ് പറഞ്ഞത് അമ്മ 3 മാസം ഗർഭിണിയാണെന്ന്. അന്നു മുതലാണ് അമ്മയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായത്. അച്ഛന്റെ മരണം ആത്മഹത്യയായി ചിത്രീകരിച്ചു കേസുകൾ അവസാനിപ്പിച്ചു. അതിന് അമ്മയ്ക്ക് അവർ കുറച്ച് പണവും നൽകി. ശേഷം എന്റെ അമ്മ പല ജോലികളും മറ്റും ചെയ്താണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഞാൻ ഈ ജോലി തന്നെ ചെയ്യണമെന്ന് എന്റെ അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയെങ്കിലും ചതിക്കപ്പെടാതിരിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി നീ അറിഞ്ഞോണം. നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം സന്തോഷമാക്കാൻ നമുക്ക് കഴിയില്ല.
മോളെ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പ്രകൃതി നിയമമാണ്. അയാൾ തന്റെ ഫോണിലേക്ക് വന്ന ആ മെസ്സേജുകളൊന്ന് വായിച്ച് പിന്നെ വീണ്ടും അവളോട് പറഞ്ഞു, എന്റെ ഫോണിൽ കിടക്കുന്ന ഈ 2 മെസ്സേജും ടൗൺ പോലീസ് ബിജു എനിക്ക് അയച്ചു തന്നതാണ്. നിന്റെ സേതുവിനെ കുറിച്ച്. അവന്റെ പേരിൽ നിലവിൽ ഒരുപാട് കേസുകളുണ്ട്. കഞ്ചാവ് കടത്തിയതും പിന്നെ ഒരു ബലാത്സംഗ കേസും മോഷണവും പിടിച്ചുപറി അടിപിടി പെൺകുട്ടികളെ അന്യസംസ്ഥാനത്തേക്ക് കയറ്റി അയക്കുന്നതും മറ്റും അങ്ങനെ ഒരുപാട് കേസുകൾ അവന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ അവൻ ഒരു പിടികിട്ടാപ്പുള്ളി തന്നെയാണ്. ഒരുപാട് അടവുകൾ അവൻ പയറ്റിയാണ് പോലീസിനെ പറ്റിക്കുന്നത്. ഇന്നേതായാലും അവൻ ശരിക്കും പെട്ടു. പോലീസ് ഇപ്പോൾ ഇവിടെ എത്തും അവനെ കൊണ്ടുപോകാൻ. പിന്നെ ഒരു കാര്യം കൂടി, നിന്നെ പോലുള്ളവരെ പറ്റിക്കാൻ അവനെ പോലുള്ളവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ലഹരി. അത് മധുരമുള്ള ഐസ്ക്രീമിലോ മിഠായിലോ ചോക്ലേറ്റിലോ കലർത്തി നിന്നെ പോലെയുള്ളവരെ അവന്റെ വലയിൽ വീഴ്ത്തും. അതിനുവേണ്ടി അവൻ എന്ത് കള്ളക്കഥകളും പറയും. പതിയെ നീ പോലും അറിയാതെ നീ ലഹരിക്ക് അടിമപ്പെടും. പിന്നെ അവൻ എന്തു പറഞ്ഞാലും നീ വിശ്വസിക്കും. കാലം മോശമാണ്. കാലം മോശമാണ് കുട്ടി. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. റീൽസുകൾ മാത്രം കാണാനുള്ളതല്ല മൊബൈൽ ഫോൺ. അതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ന്യൂസ് പേപ്പറും കൂടെ വായിക്കണം. അല്ലെങ്കിൽ ന്യൂസുകൾ കാണണം. എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകൂ. ഞാൻ നേരത്തെ സെർവർ ഡൗൺ ആണെന്ന് പറഞ്ഞത് ഈ മെസ്സേജ് വരാൻ വേണ്ടിയാണ്. മോളെ, അവനെ പോലെയുള്ള ചെറ്റകളാണ് ഇന്നത്തെ ലോകം ഇങ്ങനെ നാശം പിടിക്കാൻ പ്രധാന കാരണം. അവന് വേണ്ടത് മോളെ നിന്റെ ശരീരം മാത്രമാണ്. അവന്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ നിന്നെ എടുത്ത് കളയും, അല്ലെങ്കിൽ വിൽക്കും. നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ? ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു നോക്ക്. മുംബൈയിൽ ഒരു ചുവന്ന തെരുവുണ്ട്, നിനക്കറിയുമോ? അവിടെ എത്തിയ പല പെൺകുട്ടികളുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചാൽ കാണാം, അവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ കാണും. ചിന്തിക്കുമോളെ, നിനക്ക് ഇനിയും സമയമുണ്ട്. എല്ലാം കേട്ടു നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി സർ, ഞാൻ അവന്റെ സ്നേഹത്തിന് മുന്നിൽ വേറെ ഒന്നും കണ്ടില്ല. അവൾ നേരെ ഡോർ തുറന്നു വന്നു. പിന്നെ സേതുവിന്റെ മുഖത്ത് നോക്കി ഒരെണ്ണം ഒന്ന് കൊടുത്തു. ഇനിയും എന്നെ പറ്റിക്കരുത്. അപ്പോഴേക്കും പോലീസ് എത്തി. അവൻ രക്ഷപ്പെടാൻ ഒരു പാഴ്ശ്രമം നടത്തി. അപ്പോഴേക്കും അവന്റെ കാലിൽ പോലീസിന്റെ ലാത്തി പതിഞ്ഞിരുന്നു. പിന്നെ അവൾ നേരെ അമ്മയുടെ നെഞ്ചിലേക്ക് വീണു. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. ആ അമ്മയുടെ കൈകൾ വീണ്ടും അവളെ പൊതിഞ്ഞു. വാത്സല്യത്തോടെ ആ നെറുകയിൽ ഒരു ചുടുചുംബനം നൽകി. വാ മോളെ, നമുക്ക് പോകാൻ. കരഞ്ഞു കലങ്ങിയ അച്ഛന്റെ ശബ്ദം അവളെ വീണ്ടും കരയിപ്പിച്ചു. അവൾ പരിസരം മറന്ന് ആർത്ത് കരഞ്ഞു. അപ്പോഴാണ് അവൾ ഞാൻ ബെഡ്റൂമിൽ കിടക്കുന്ന കാര്യം അവൾ ഓർമ്മിച്ചത്. എന്താ മോളെ? അച്ഛൻ കതകിൽ തട്ടി. അവൾ പറഞ്ഞു, ഒന്നുമില്ലച്ചാ, ഒരു സ്വപ്നം കണ്ടതാ. അതേ, നേരെ എപ്പോഴേ വെളുത്തു. വേഗം ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാച്ചാ. അവൾ വേഗം മൊബൈൽ നോക്കി. സമയം രാവിലെ 8 മണിയായിരിക്കുന്നു. അതിൽ വന്ന മെസ്സേജ് നോക്കി. ഐ ലവ് യു ബീന. വേണ്ട, ഒന്നും വേണ്ട. അവൾ ആ കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്തു. പിന്നെ അവൾ ഒന്ന് ചിന്തിച്ചു. ഞാൻ കണ്ടതൊരു സ്വപ്നം തന്നെയാണോ, അതോ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം കാണിച്ചു തന്ന സിനിമയാണോ ഇത്? അവൾക്ക് ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. നന്ദി ദൈവമേ, നന്ദി.